ചെറുപ്പക്കാരാ, ന്യൂ ഇയർ വരാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, റജബ് മാസത്തിലെ പാതിരാ സമയത്ത് ഡിസംബർ 31 ന്യൂ ഇയർ എന്നും പറഞ്ഞിട്ട് അടിച്ചു പൊളിക്കാൻ നിൽക്കണ്ട. ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ നബാത്തിയ ഖുതുബ ഇങ്ങനെ ഓതുമ്പോ ശ്രദ്ധിച്ചവർക്ക് അറിയാം, റജബ് മാസം എന്ന് പറയുന്ന പവിത്രമായ മാസത്തിനെ ബഹുമാനിക്കാതെ ഏതെങ്കിലും ഒരാൾ അധാർമികമായ തോന്നിവാസമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ അല്ലാഹു തആല അവനുള്ള ശിക്ഷയെ വെച്ച് താമസിപ്പിക്കൂല. അവന് ശിക്ഷ റൊക്കമായി നൽകുന്നതാണ്. കാരണം റജബുൽ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. പോരാ, റജബുൽ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ നടത്താനില്ല ഏറ്റവും വലിയ മാസങ്ങളിൽപ്പെട്ട മാസമാണ് ശഹ്റുല്ലാഹുന്ന റജബ് മാസം. ആ റജബ് മാസത്തില് ഡിസംബർ 31 രാത്രി ന്യൂ ഇയർ എന്നും പറഞ്ഞിട്ട് മോനെ അല്ല പൊരുത്തപ്പെടാത്ത കോലത്തില് ഇറങ്ങാൻ നിൽക്കണ്ട. തട്ടമിട്ട താത്തമാര് റോട്ടിൽ തുള്ളുന്ന കാലമാണ്, പർദ്ദയിട്ട താത്തമാര് റോട്ടിൽ തുള്ളുന്ന കാലമാണ്, അന്യപുരുഷന് റോഡിന്റെ നടുവിൽ വെച്ച് ചുംബനം നൽകുന്ന കാലമാണ്. ഓ ഉമ്മമാരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണോ, അല്ലാഹുവിനെ പേടിക്കുന്നവരാണോ, ഈമാനോടെ മരിക്കണോന്ന് ആഗ്രഹിക്കുന്നവരാണോ? ഇത് അല്ലാഹുവിനെ പേടിക്കുന്ന യുവാവിനോടാ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന യുവാവിനോടാ. ന്യൂ ഇയർ വരുമ്പോ എടാ തുള്ളിച്ചാടലല്ലോ, അല്ലാഹുവിലേക്ക് ഒന്നുകൂടെ മടങ്ങാനുള്ള സമയമാണ്. പടച്ചോനെ, ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണല്ലോ. പള്ളിക്കാട്ടിലെന്നെ കൊണ്ടുപോയി അടക്കാനുള്ള ദിനങ്ങള് ഒന്നുകൂടെ, ഒരു വർഷം കൂടെ കൊഴിഞ്ഞു പോയല്ലോ. ഈ ചിന്തയാണ് നമ്മളുടെ മനസ്സിൽ വേണ്ടത്. അല്ലാഹു നല്ലവരെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ.